കാണിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ഒരു കാവ്യമാണ് ജ്ഞാനപ്പാന. പൂന്താനം എഴുതിയ ജ്ഞാനപ്പാന വളരെ മലയാളീകരിച്ചുള്ള ഒരു ചെറിയ ഗ്രന്ഥമാണ്. ഇതിനകത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒട്ടനവധി കാര്യങ്ങൾ വളരെയധികം ലഘുവായി എന്നാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ കാവ്യമാണ് നമ്മൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത്. ജ്ഞാനപ്പാന. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. മംഗളാചരണം. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. കാലലീല. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നി കണ്ട തടിക്കൂ വിനാശവും ഇന്ന നേരവും എന്നും ഏതും അറിഞ്ഞില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അധികാരി ഭേദം. കണ്ടാലൊട്ടറിയുന്നു ചിലരിതു, കണ്ടാലും തിരിയാ ചിലർക്കേതുമേ, കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നിതു ചിലർ. മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിനു വിശേഷമുണ്ടോർക്കണം, പലർക്കും അറിയണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ. കർമ്മത്തിലധികാരി ജനങ്ങൾക്കു കർമ്മശാസ്ത്രങ്ങളുണ്ടു പലവിധം, സംഖ്യശാസ്ത്രങ്ങൾ യോഗങ്ങൾ എന്നിവ സംഖ്യയില്ലതു നിൽക്കട്ടെ സർവവും. തത്വവിചാരം. ചുഴന്നിടുന്ന സംസാര ചക്രത്തിൽ ഉഴന്നിടും നമുക്കറിഞ്ഞിടുവാൻ, അറിവുള്ള മഹത്വക്കളുണ്ടൊരു പരമാത്മാമരുൾ ചെയ്തിരിക്കുന്നു. എളുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ. മുന്നമി കണ്ട വിശ്വാമശേഷവും ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി, ഒന്നും ചെന്നങ്ങു തന്നോടു പറ്റാതെ ഒന്നിനും ചെന്നു താനും വലയാതെ, ഒന്നൊന്നായി നിനയ്ക്കും ജനങ്ങൾക്കു ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി, ഒന്നിലും അറിയാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി, ഒന്നുപോലെയൊന്നില്ലാതെയുള്ളതിലൊന്നായുള്ള ജീവസ്വരൂപമായി, ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ. മൂന്നും ഒന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വമന്നേരത്ത്. കർമ്മഗതി. ഒന്നുകൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും. 3 ജാതി നിരൂപിച്ചു കാണുമ്പോൾ 3 കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. പൊന്നിൻ ചങ്ങലയൊന്നി പറഞ്ഞതിലൊന്നിരുമ്പു കൊണ്ടെന്നത്രേ വേദങ്ങൾ. 2-4 എടുത്തു പണി ചെയ്ത ചങ്ങലയല്ലോ മിശ്രമാം കർമ്മവും.
ബ്രഹ്മവാദിയായി ചേറുമ്പോളം കർമ്മബദ്ധന്മാരെന്നതറിഞ്ഞാലും ഭുവനങ്ങളെ സൃഷ്ടിക്ക എന്നതു ഭുവനാന്ത്യ പ്രളയം കഴിവോളം കർമ്മപാസത്തെ ലംഘിക്ക എന്നതു ബ്രഹ്മാവിന്നു മിഴുതല്ല നിർണയം ദിക്പാലന്മാരും ഔവർണ്ണമോരോരോ ദിക്കുതോറും തളച്ചു കിടക്കുന്നു അല്പകർമ്മികളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ടോരോരോ ചിന്തുക്കൾ ഗർഭപാത്രങ്ങൾ പുക്കും പുറപ്പെട്ടു കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ. ദീപഗതി നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങളൊടുങ്ങി മനസ്സിന്റെ പരിഭാഗവും വന്നു ക്രമത്താലെ നരജാതിയിൽ വന്നു പിറന്നിട്ടു സുഹൃതം ചെയ്തു മേൽപോട്ടുപോയവർ സ്വർഗത്തിങ്കേലിരുന്നു സുഖിക്കുന്നു. സുഹൃതങ്ങളുമൊക്കെ ഒടുങ്ങുമ്പോൾ പരിഭാഗവുമെള്ളോളമില്ലവർ പരിചോടങ്ങിരുന്നിട്ടു ഭൂമിയിൽ ജാതരായി ദുരിതം ചെയ്തു ചത്തവർ വന്നൊരു ദുരിതത്തിൻ ഫലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു. സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകെ മഹീസുരനാകുന്നു. ചണ്ഡകർമ്മങ്ങൾ ചെയ്തവർ ചാകുമ്പോൾ ചണ്ടാല കുലത്തിങ്കൽ പിറക്കുന്നു. അസുരന്മാർ സുരന്മാരായിടുന്നു, അമരന്മാർ നരമരങ്ങളായിടുന്നു. അജം ചത്തു ഗജമായി പിറക്കുന്നു, ഗജം ചത്തങ്ങജമായിടുന്നു. നരി ചത്തു നരനായി പിറക്കുന്നു, നാരി ചത്തുടനൂരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു. ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു. ഈശ്വരന്റെ വിലാസങ്ങളിങ്ങനെ ഇമേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിയിന്നത്ര നേടുന്നു കർമ്മങ്ങൾ. സീമയില്ലാതോളം പല കർമ്മങ്ങൾ ഭൂമിയിന്നത്ര നേടുന്നു ജീവന്മാർ. അങ്ങനെ ചെയ്തു നേടി മരിച്ചുടൻ അന്യലോകങ്ങൾ ഓരോന്നിൽ ചെന്നിരുന്നു പൂജിക്കുന്നു ജീവന്മാർ. തങ്ങൾ ചെയ്തോരു കർമ്മങ്ങൾ തൻഫലം ഒടുങ്ങിടും. അതൊട്ടു നാൾ ചെല്ലുമ്പോൾ ഉടനെ വന്നു നേടുന്നു പിന്നെയും തന്റെ ഗൃഹത്തിങ്കൽ നിന്നുടൻ കൊണ്ടുപോന്ന ധനം കൊണ്ടു നാമെല്ലാം മറ്റെങ്ങാനും ഒരിടത്തിരുന്നിട്ടു വിറ്റുണെന്നും പറയും കണക്കിനെ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹര. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ.